Good afternoon. Good afternoon. All of you, good afternoon. Okay, now start the prayer. Ma'am. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the worlds, the beneficent, the merciful, honor of the day of judgment. We do we worship, we do we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. Okay. Then sign in. Good afternoon, ma'am. Good afternoon, friends. Today, live class, it is wonderful to see you joining. We are excited to dive into the lesson with Ashwati ma'am. Please feel free to ask a question anytime, and let's make this productive and engaging learning session together. Let's get started. Thank you, ma'am. Any thought of the day? Thought ആരും prepare ചെയ്തിട്ടില്ലേ? Okay. Action song or story എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്, എടുത്തു നിർത്തിയത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓഫീസ് മാനേജ്മെന്റ്. ഓഫീസ് മാനേജ്മെന്റിൽ എല്ലാരും പറഞ്ഞായിരുന്നോ? എവിടം വരെ പറഞ്ഞു നിർത്തി? സ്റ്റാഫ് ലീവ് രജിസ്റ്റർ. മാം അസൈൻമെന്റ് തന്നായിരുന്നു, അതിന്റെ അകത്ത് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതാണ് അസൈൻമെന്റ്? എന്തായിരുന്നു തന്നിരുന്നത്? മാം പറഞ്ഞത് സ്റ്റുഡൻസ് രജിസ്റ്റർ തയ്യാറാക്കാനായിരുന്നു അറ്റൻഡൻസിന്റെ, പക്ഷെ ക്വസ്റ്റ്യനില്ലാത്ത ഒന്നാണ് സ്റ്റാഫ് രജിസ്റ്റർ എന്നാണ്. സ്റ്റാഫ് രജിസ്റ്റർ എന്നാണ് അല്ലേ? കുഴപ്പമില്ല, അത് തന്നെ മതിയാവും നിങ്ങൾക്ക്. ഏകദേശം 30 കുട്ടികളുടെ എഴുതാനല്ലേ പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ ഈ ബുക്കിനകത്ത് പേരുകൾ എഴുതിയാ മതി കേട്ടോ. അതൊക്കെ, പക്ഷെ നമ്മുടെ ഈ പേജ് വലിയ ബുക്കാണെങ്കിൽ അതിങ്ങനെ വിടർത്തി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 30 പേരെ കിട്ടില്ല. അപ്പൊ അപ്പുറത്തെ പേജിലേക്ക് എഴുതണം. അപ്പൊ കുഴപ്പമുണ്ടോ? ഒരു 22, 23 വരെ കിട്ടുള്ളൂ. മതി. നിങ്ങള് എണ്ണം പറഞ്ഞിട്ടില്ലല്ലോ അസൈൻമെന്റിൽ, എത്ര പേരെന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ക്വസ്റ്റ്യനകത്തില്ല. ടീച്ചർ പറഞ്ഞത് നേരത്തെ 30 പേരെന്നായിരുന്നു, പക്ഷെ നമ്മുടെ ബുക്കിന്റെ അകത്ത് അത്ര നമുക്ക് കിട്ടില്ല. ആ ഒരു പേജ് ഇങ്ങനെ വിടർത്തി വെച്ച് എഴുതുമ്പോ 22, 23 ഒക്കെ കിട്ടുള്ളൂ മാക്സിമം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. എണ്ണം നിർബന്ധമില്ല. ഇനി ചെയ്യാത്തവരാണെങ്കിൽ എണ്ണം നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഇല്ലേ, നമുക്കിപ്പോ ഒരു മാസം മൊത്തം അതിന്റെ അകത്ത് അടയാളപ്പെടുത്താം. ഞാനിപ്പോ എഴുതിയാണ് ആഗസ്റ്റ് മന്ത് ആണ് അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയാകണേ. അപ്പൊ നമുക്ക് ഒരു 15-ാം തീയതി അത്ര ഉള്ളതിന്റെ ഈ സൈൻ, ഇത് ആബ്സെന്റ് പ്രസന്റ് അങ്ങനെയുള്ളത് അടയാളപ്പെടുത്തിയാൽ മതി. അതൊരു മന്ത് മൊത്തം അടയാളപ്പെടുത്തണം? ഇല്ല, അടയാളപ്പെടുത്തണ്ട. നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. കുറച്ച് മതി, കുഴപ്പമില്ല. ഇനി ബുദ്ധിമുട്ടാകണ്ട നിങ്ങൾക്ക്. എല്ലാ ബാച്ചിനും കൊടുക്കുന്നതാണ്. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോ 1 മാസത്തെയാണ് കൊടുക്കുന്നത്. എല്ലാവരും 10, 45, 60 ദിവസത്തെ എഴുതിയവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവര്. അപ്പൊ ഞാൻ കുട്ടികൾ പറയാറുണ്ട്, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. ആ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി. അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യാം കേട്ടോ, ഇനി ചെയ്യാത്തവരാണെങ്കിൽ.
ആ പിന്നെ ടീച്ചർ പറഞ്ഞത് ഇതിന്റെ അകത്ത് ഈ സൈൻ എല്ലാം അതിൽ ഉൾപ്പെടുത്തണമെന്നല്ല പറഞ്ഞ സൈൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അപ്പൊ എല്ലാ കുട്ടികളിലും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഈ സൈൻ ഉൾപ്പെടുത്തി ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ദിവസത്തെ ക്ലാസ്സിൽ ടീച്ചറിനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന്. കഴിഞ്ഞ ആഴ്ച ടീച്ചർ ഇല്ലായിരുന്നല്ലോ. അപ്പൊ മിക്കവരും തന്നെ ഇങ്ങനെ കോളം വരച്ച് വെച്ചിട്ടുള്ളൂ, അടയാളപ്പെടുത്തിയിട്ടില്ല. ചോദിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ താങ്ക് യു. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സൈനുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു അല്ലെ? സൈനുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഓക്കെ, അത് അതിലൊരു ഡൗട്ട് ഉണ്ട് മാം. പറഞ്ഞു. അതില് മൂന്നാമത്തെ ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് വന്നിട്ടില്ലേ? അത് തന്നെയാണോ അത് കഴിഞ്ഞിട്ടുള്ളത് മോർണിംഗ് ആബ്സെന്റ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് വന്നേക്കുന്നത്? അത് നേരിയ വ്യത്യാസമാണുള്ളത്. ആ ഒരു എന്താ പറയാ, ഏകദേശം ഒരേപോലെ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടുതൽ സ്ട്രെസ് ചെയ്യണ്ട കേട്ടോ. പ്രത്യേകിച്ചും ആ മോർണിംഗ് സ്പോട്ടും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സ്പോട്ടും ഫുൾ ഡേ ലീവും ഫുൾ ഡേ പ്രസന്റ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എത്ര മോക്ക് ടെസ്റ്റ് തന്നായിരുന്നു? സ്കൂൾ മാനേജ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? സ്കൂൾ മാനേജ്മെന്റ് മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? ഇല്ല മാം. എവിടം വരെയാണ് ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുള്ളത്? ഡിഫൻസ് മെക്കാനിസം വരെയാണോ? യെസ് മാം. അപ്പൊ സ്കൂൾ മാനേജ്മെന്റ് ദെൻ ഓഫീസ് മാനേജ്മെന്റ് അല്ലെ, ഇത് രണ്ടിന്റെയും മോക്ക് ടെസ്റ്റ് തന്നേക്കാം കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് ഉണ്ടല്ലോ മിസ്. സ്കൂൾ മാനേജ്മെന്റ് തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഓഫീസ് മാനേജ്മെന്റ് ആണ് തരാനുള്ളത് അല്ലേ നീ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ആരെങ്കിലും എടുത്തായിരുന്നു ഈ ചാപ്റ്ററിലല്ലോ? മിസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നോ? അതിന്റെ ഒരു മീനിങ് പോലെ പറഞ്ഞു. എന്താണ് അതിനെ കുറിച്ച് മീനിങ് പറഞ്ഞായിരുന്നു? യെസ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി തയ്യാറാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, ഇത് സ്കൂള് തന്നെ ആകണമെന്നില്ല, ഏതൊരു ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഓഫീസ് ആയിരിക്കാം, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ ഒരു കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടാകും. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഡെവലപ്മെന്റിലേക്ക് പോവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ മാക്സിമം, അതായത് കുട്ടികളുടെ റിസൾട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് മെത്തേഡ്, ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തേഡുകൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലാണെങ്കിൽ ആ പ്ലാനിങ്ങിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാ? സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാ? സ്കൂളാണെങ്കിൽ പ്രിൻസിപ്പാൾ, സ്കൂൾ ഹെഡ് ആണ് അല്ലെ, ഹെഡ് മാസ്റ്റർ ആണ് അതിന് നേതൃത്വം കൊടുക്കുക. അതുപോലെ തന്നെ പ്ലാനിങ്, ഒരു സ്കൂളിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ ഡെവലപ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സക്സസ്ഫുൾ പ്ലാനിങ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോൾ, എങ്ങനെ, അങ്ങനെയുള്ള എവിടെ, അങ്ങനെയുള്ള പലവിധ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്ലാനിങ് ആണ്. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പലതരം ഫാക്ടേഴ്സ് വരുന്നുണ്ട് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാണ് വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് സിമ്പിൾ ഓർ കോംപ്ലെക്സ്, ടൈം ഓപ്പറേഷൻ ഓർ റിപ്പറ്റേറ്റീവ്? അതായത് വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്
ഇപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ആ സ്കൂളിലെ ജോലി എന്ന് പറയുന്നത് അത് ടീച്ചേഴ്സിന് ജോലിയുണ്ട്, അതുപോലെ അവിടെയുള്ള മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് പലവിധ ജോലികളുണ്ട്, സ്കൂൾ ഹെഡിന് ജോലികളുണ്ട്, അല്ലെ? കുറേയധികം സ്റ്റാഫുകൾ ഇവിടെ വർക്കിംഗ് ആണ്. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ടൈം എപ്പോഴാണ് വരുന്നത്, ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും, ഓക്കെ. അതുപോലെ തന്നെ അത് റെപ്പിറ്റേറ്റീവ് ആണോ, അത് തുടർച്ചയായിട്ടാണോ വരുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് വർക്ക് ഫാക്ടറിൽ വരുന്നത്, കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റാഫ് ഫാക്ടർ ആണ്, രണ്ടാമത്തേത് സ്കിൽസ് ഓഫ് ടാലന്റഡ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. ഓക്കെ, ഒരു സ്ഥാപനത്തില് പ്ലാൻ തയ്യാറാക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സ്കില്ലുകൾ എന്താണ്, കഴിവുകൾ എന്താണെന്ന്, അല്ലെ? എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ എബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ആണോ? അല്ല. ടീച്ചിങ്ങിന് കഴിവുണ്ടാകും, അല്ലെ? അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ആയിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ടീച്ചേഴ്സിൽ തന്നെ പല ടീച്ചേഴ്സിനും പല രീതിയിലുള്ള കഴിവുകളാണ് ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങളിപ്പോ മോണ്ടിസോറി പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളും കാര്യങ്ങളും ആണോ ഉള്ളത്? ആണോ? ആണോ അല്ലയോ? അല്ല, വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ടീച്ചിങ് മെത്തേഡ്സ് വ്യത്യസ്തമാണ്, അല്ലെ? അപ്പൊ ഓരോരുത്തരുടെ സ്കില്ലുകളും കാര്യങ്ങളും, ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് 5 പേര് ഒരു സ്കൂളിൽ ജോലിക്ക് ചേർന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ 5 പേരുടെയും സ്കില്ലുകൾ വ്യത്യസ്തമായിരിക്കും, പഠിപ്പിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കാം, അതിൽ തന്നെ പലർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാഫ് ഫാക്ടർ. ഓക്കെ, അപ്പോ സ്കിൽസ് ഓഫ് ടാലന്റഡ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്, ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾക്ക് വേണ്ട കഴിവുകള് അത് പ്ലാനിങ്ങിൽ ഉണ്ടാവും. എന്തൊക്കെയാണ്, ഏതൊക്കെ ടീച്ചേഴ്സിനാണ് ഇത്ര കഴിവുകൾ ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ സ്കില്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിങ്ങിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. അതായത് കോസ്റ്റ് ഫാക്ടർ, അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെ? പലതരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമാണ്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ആവശ്യം, അല്ലെ? ടീച്ചേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് പഠിപ്പിക്കാനായിട്ട്? എന്തൊക്കെയാണ് ആവശ്യം? കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് വേണ്ടത് ഒരു സ്കൂളില്? ടെക്സ്റ്റുകള്, നോട്ട്ബുക്ക്, ടെക്സ്റ്റുകൾ വേണം, നോട്ട്ബുക്കുകൾ വേണം, ബെഞ്ച് വേണം, ഡെസ്ക് വേണം, വേണം, ഡെസ്ക് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് ഫാക്ടറിൽ വരുന്നത്. ഇനി ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് പഠിപ്പിക്കാനായിട്ട്? ബോർഡ് വേണം, അവർക്ക് ബ്ലാക്ക് ബോർഡ് വേണ്ടേ? ഡസ്റ്റർ വേണ്ടേ? ഓക്കെ, ചോക്ക് വേണ്ടേ? അല്ലെങ്കിൽ മാർക്കർ വേണ്ടേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് ഫാക്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ എക്യുപ്മെന്റ് ഫാക്ടർ. എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിനുവേണ്ട മെഷീൻസ്, പിന്നെ അതുപോലെ തന്നെ സ്പേസ്. ഇത്ര സ്പേസ് വേണം, ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ ഇത്ര സ്പേസ് വേണം, ടീച്ചർക്ക് നടക്കാനായിട്ട് ഇത്ര സ്പേസ് വേണം, അവർക്ക് നിൽക്കാനായിട്ട് ഇത്ര സ്പേസ് വേണം, കൃത്യമായിട്ട് സ്പേസുകൾ ഉണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ഇല്ല, എടുത്തില്ലേ? എടുത്തോ? എങ്ങനെയാ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ. സ്പേസ് എത്രയാണ് റിക്വയർമെന്റ് വരുന്നത്, അല്ലെ? അതായത് ആ ക്ലാസ് റൂമിന്റെ ഷേപ്പ് എന്താണ്, അതിനകത്ത് ഓരോ കുട്ടികൾക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എത്രയാണ്, ടീച്ചറിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എത്രയാണ്, ടീച്ചർക്ക് മൂവ് ചെയ്യാനായിട്ട്, അല്ലെ? വെറുതെ നിന്ന് പഠിപ്പിക്കുന്ന വ്യക്തി ആയിരിക്കരുത് എന്ത് ടീച്ചർ എന്ന് പറയുന്നത്, അല്ലെ? നിന്നല്ലെങ്കിൽ ഇരുന്ന് പഠിപ്പിക്കേണ്ട വ്യക്തിയാണോ ടീച്ചർ? അല്ല, മൂവ് ചെയ്യണമല്ലോ അവര്. ഓവറോൾ അവർ മൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോ ആ ഒരു സ്പേസ് എത്രയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത്, കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ വർക്ക് ഫാക്ടർ അപ്പൊ ചോദിക്കാൻ ചിലപ്പോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് ഫാക്ടർ ഉണ്ട്, സ്റ്റാഫ് ഫാക്ടർ,
കോസ്റ്റ് ഫാക്ടർ, ദെൻ അതുപോലെ തന്നെ ടൈം ഫാക്ടർ, ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വായിച്ചോളൂ കേട്ടോ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. റീഡ് ചെയ്തോളൂ കേട്ടോ. അയച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം.
ഓക്കെ, ഷെഫീന റീഡ് ചെയ്ത് കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, മനസ്സിലായതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. Financial assistance. Reliant upon the strength of the school, a teacher is entrusted with the work of fees collection. Even then, except the principal of or the head of the institution, other teachers will not be given the work of salary disbursement of or making financial decisions. അതായത് ടീച്ചേഴ്സിന് ഫീസ് കളക്ഷനോ അല്ലാതെ മറ്റ് ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും സാധിക്കില്ല. പ്രിൻസിപ്പാളായിരിക്കും അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസ് ദ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കൂൾ ഫിനാൻസും ബഡ്ജറ്റിംഗും അക്കൗണ്ടിങ്ങും ഉൾക്കൊള്ളുന്നതാണ്. The control and management of school finance is the major responsibility of a school head. സ്കൂൾ ഫിനാൻസിന്റെ മേജർ കൺട്രോളും മാനേജ്മെന്റും റെസ്പോൺസിബിലിറ്റി ഉള്ളത് സ്കൂൾ ഹെഡിനാണ്. Finance is assigned to the money needed to pay staff, maintain the institution and keep services going. ഫിനാൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്റ്റാഫിന് സാലറി കൊടുക്കാനും മറ്റുള്ള സ്കൂളിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ബഡ്ജറ്റ് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്. ഒരു വർഷത്തെ വരവ് ചെലവ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ബഡ്ജറ്റ്. അക്കൗണ്ടിംഗ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷത്തെ വരവിന്റെയും ചെലവിന്റെയും കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുകയും അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്നതാണ് അക്കൗണ്ടിംഗ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് സ്കൂളിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ടാണ് ടീച്ചേഴ്സിന് ഫീസ് കളക്ട് ചെയ്യാനുള്ള ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ചുമതല കൊടുക്കുന്നത് കേട്ടോ. ചില സ്കൂളുകൾ എന്ന് പറഞ്ഞാല് വലിയ സ്കൂളുകളായിരിക്കാം, ചില സ്കൂളുകൾ ചെറുതായിരിക്കാം. അപ്പൊ അതിന്റെ സൈസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് ഫീസ് കളക്ട് ചെയ്യാനുള്ള ചുമതല കൊടുക്കാറുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് ഒഴികെ മറ്റാരും തന്നെ ശമ്പള വിതരണം ചെയ്യുന്നതിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലും പങ്കെടുക്കില്ല. ഓക്കെ, അപ്പോ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവിടെയുള്ള സ്കൂൾ ഹെഡാണ്. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സിന് അതിനകത്ത് യാതൊരുവിധ പങ്കില്ല. ജസ്റ്റ് സ്കൂൾ ഹെഡ് പറയുവാണ് ഫീസ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യുന്നത് മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യവും തന്നെ ടീച്ചേഴ്സിന് അവിടെ ഒരു വിധ പങ്കുമില്ലെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. സ്കൂൾ ഫിനാൻസ് അതുപോലെ തന്നെ ബഡ്ജറ്റ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ സ്കൂൾ ഹെഡ് എന്ന് പറയുന്നത് ചില്ലറക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല അല്ലെ. അവർക്ക് കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്കൂൾ ഫിനാൻസ്, അതുപോലെ സ്കൂളിന്റെ ബഡ്ജറ്റ്, സ്കൂളിന്റെ അക്കൗണ്ടിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് സ്കൂൾ ഹെഡാണ്. ഓക്കെ,
പിന്നെ മെയിൻ ആയിട്ട് സ്കൂൾ ഫിനാൻസ് ഉപയോഗിക്കുന്നത്, സ്കൂളിന്റെ ഫിനാൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, അധ്യാപകരുടെയും അല്ലെ ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ മറ്റു ചില പ്രവർത്തനങ്ങൾക്ക്. ഓക്കെ, ഒരു സ്ഥാപനം ആവുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടും ഇത്തരത്തില് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആവശ്യമായ മറ്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട്, ഒരു സ്കൂൾ ആകുമ്പോൾ മറ്റു പല സർവീസും ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം അല്ലെ, അല്ലെങ്കിൽ പല സർവീസുകളും ചിലപ്പോൾ നടത്തിയെന്ന് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള തുക ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്കൂൾ ഫിനാൻസ് ഉപയോഗിക്കുന്നത് അധ്യാപകർ അല്ലെ, അതായത് ടീച്ചേഴ്സിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ശമ്പളത്തിന് വേണ്ടിയിട്ട്, സ്ഥാപനം സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ആവശ്യമായിട്ടുള്ള മറ്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ എങ്ങനെയാ നമുക്ക് ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഒരു സ്കൂൾ ആവുമ്പോൾ അവിടെയുള്ള ടീച്ചർമാരുണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, ഇവർക്കൊക്കെ എന്ത് കൊടുക്കണം? അവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് സ്കൂൾ ഫിനാൻസിൽ വിടുന്നതാണ്. പിന്നെ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പല ചിലപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ എന്താ പറയാ വാട്ടർ ആവശ്യമാണ്, അങ്ങനെ എന്താ പറയാ പല കാര്യങ്ങളും ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണോ? ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മൾ തുക അടക്കണ്ടേ? KCB-യിൽ പണം അടക്കണ്ടേ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് സർവീസുകൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് മുതലായ എന്ത് ചെയ്യാ ആവശ്യമാണ് അല്ലെ, സ്കൂളിലേക്ക് സ്കൂൾ ബസ് ആവശ്യമാണ്. അപ്പോ അതിന്റെ എന്താണ് അതിന് പെട്രോൾ അടിക്കണം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിന്റെ മെയിൻ്റനൻസ് നടത്തണം, പിന്നെ കെട്ടിടങ്ങൾ സൂക്ഷിക്കണം അല്ലെ, അതായത് പെയിന്റ് ചെയ്യാൻ, ചിലപ്പോൾ സ്കൂളുകൾക്ക് പെയിന്റ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ സ്കൂൾ ഫിനാൻസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ബഡ്ജറ്റ് ആണ്. എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. അതായത് ഒരു സ്കൂളിലെ ഒരു വർഷത്തേക്കുള്ള റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതിയാണത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന് ബഡ്ജറ്റ് കൃത്യമായിട്ടുണ്ടാവും അല്ലെ. എന്താണ്, ഒരു സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു സ്ഥാപനമാണെങ്കിലും ആ ഒരു വർഷം ആ സ്ഥാപനത്തിന്റെ വരവ് എത്രയാണ് അല്ലെ, എന്താ പറയാ വരുമാനം എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എത്രയാണ് അല്ലെ, ചെലവുകൾ എത്രയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രേഖയാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കിട്ടുന്ന, അതായത് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു കാലവർഷം അല്ലെങ്കിൽ ഒരു വർഷം കിട്ടിയിട്ടുള്ള വരവും ചെലവുമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വരുമാനം അല്ലെങ്കിൽ ചെലവ് ഇത് നോക്കിയിട്ട് അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് രേഖകൾ സൂക്ഷിക്കുന്നതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്. ഇനി ആ ബഡ്ജറ്റിന്റെ ആ വിവരങ്ങൾ അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ ചെലവ് നോക്കിയിട്ട് അത് ലാഭമാണോ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് സൂക്ഷിക്കുന്ന രേഖയാണെന്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ സ്ഥാപനത്തിൽ അക്കൗണ്ടന്മാരുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? അക്കൗണ്ടന്മാരുണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകള് ഓഡിറ്റിങ്ങിനായിട്ട് വരും അല്ലെ, ചില സ്ഥാപനങ്ങളിൽ ഓഡിറ്റിങ്ങിന് വരുന്നത് കേട്ടിട്ടില്ലേ? അക്കൗണ്ടന്റ് വരുന്നത് പരിശോധിക്കാനായിട്ട് അല്ലെ. അവരെ കൃത്യമായിട്ടും രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നോക്കും അല്ലെ. അതൊക്കെ നോക്കിയിട്ടാണ് അവര് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. കുടുംബശ്രീയിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കുടുംബശ്രീയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഓഡിറ്റിങ്ങിന് കൊണ്ടുപോകും അല്ലെ. ചില സമയത്ത് പഞ്ചായത്തിൽ ഓഡിറ്റിങ്ങിന് കൊണ്ടുപോകും. ആ ഓഡിറ്റർ വന്ന് അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടന്റ് വന്ന് പരിശോധിക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് ലാഭവിഹിതം പങ്കിടുന്നത്. ആണോ? അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ അത് തീരുമാനിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കുന്നത് ഓഡിറ്റിംഗിലൂടെയാണ്. അപ്പൊ ബഡ്ജറ്റും അക്കൗണ്ടിങ്ങും ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. പ്രധാനമായിട്ടും ഒരു കുറേയധികം കാര്യങ്ങൾ, ഒരു 6 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ടു പ്രിപ്പയർ ദ ഫോളോവിങ് ആർ ദ മേജർ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഹെഡിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. സ്കൂളിന്റെ ഫിനാൻഷ്യൽ പോളിസി അല്ലെങ്കിൽ ബഡ്ജറ്റ് തയ്യാറാക്കുക. അപ്പൊ ഒരു സ്കൂൾ ഹെഡ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി എന്താണ്? ആ സ്കൂളിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആർ സ്പെൻഡ് ഇൻ അക്കോർഡ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻ. അക്കോർഡൻസ് എന്നായിരിക്കും കേട്ടോ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുക. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അതായത് ബഡ്ജറ്റിൽ വിലയിരുത്തി, അതായത് ബഡ്ജറ്റിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിന് നേതൃത്വം കൊടുക്കുക. അതായത് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം പ്രധാനമായിട്ടും എന്താണ്, എന്തിനൊക്കെയാണ് പണം നമ്മൾ ചെലവഴിച്ചത് അല്ലെങ്കിൽ ചെലവാക്കാനായിട്ട് പോകുന്നതെന്ന് പ്രത്യേകം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഇപ്പോ ബഡ്ജറ്റ് മന്ത്രിസഭയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? അവര് ഓരോ കാര്യങ്ങൾ പറയൂ അല്ലെ, ഇന്ന സ്റ്റേറ്റിന് ഇത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് ഇത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അവരിങ്ങനെ പറയും. ഇത്ര കോടി അവര് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയും അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു സ്കൂളിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ എന്തിനൊക്കെയാണ് പണം മാറ്റി വെച്ചിരിക്കുന്നത് എന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. അവരാണ് പ്രധാനമായിട്ടും സൂപ്പർവിഷൻ കൊടുക്കുക. ഇന്ന കാര്യത്തിന് ഇന്ന തുക മാറ്റി വെച്ചു, ഇപ്പോ സ്കൂളിന്റെ ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് തുക മാറ്റി വെച്ചു, അതുപോലെ തന്നെ സ്കൂളിന്റെ എന്താണ് ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് തുക മാറ്റി വെച്ചു എന്നൊക്കെ അതിനകത്ത് ഉണ്ടാകാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു കളക്ട് ഏർണിംഗ്സ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ എന്താ പറയാ, ട്യൂഷൻ ഫീസുകള്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റുകള്, പരീക്ഷാ ഫീസ്, യൂണിഫോം ഫീസ് മുതലായിട്ടുള്ള ഫീസുകൾ കളക്ട് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. Then നാലാമത്തെ പോയിന്റ് ടു സീ വെദർ റെക്കോർഡ്സ് ആർ കെയർഫുള്ളി കെപ്റ്റ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ എല്ലാ ചെലവുകളുടെയും രേഖകൾ ശരിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ, അതായത് ഇത്തരത്തില് പല കാര്യങ്ങളും നമ്മൾ എക്സ്പെൻസുകൾ, പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം, ഒരു രജിസ്റ്ററിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കേണ്ടത് ആരുടെ മേൽനോട്ടത്തിലാണ്? സ്കൂൾ ഹെഡിന്റെ മേൽനോട്ടത്തിലാണ്. നെക്സ്റ്റ് ടു സീ വെദർ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ടു ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് അതേഴ്സ്. അതുപോലെ തന്നെ അതായത് ടീച്ചേഴ്സിന്, സ്റ്റാഫുകൾക്ക്, അതുപോലെ മറ്റു പല ആളുകൾക്കുമായി കൊടുക്കുന്ന പേയ്മെന്റുകള് ശരിയായിട്ടാണോ കൊടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ടാണോ അവർക്കുള്ള ശമ്പളമൊക്കെ കൊടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ടു സീ വെദർ എ ഗുഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഇസ് കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ഇൻ ദ സ്കൂൾ. അക്കൗണ്ടിംഗ് സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് സ്കൂളിന്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, വല്ല കൃത്രിമം അല്ലെങ്കിൽ വല്ല തെറ്റുകളോ മറ്റോ കാര്യങ്ങളോ മറ്റോ വരുത്തുന്നുണ്ടോ അല്ലെ? ചില ആളുകൾ എന്ത് ചെയ്യാം, സ്കൂളുകളിൽ നിന്ന് തുകയൊക്കെ തട്ടിക്കുക അല്ലെ? നമ്മൾ പല വാർത്തകളിലൊക്കെ കാണുന്നതാണ് അല്ലെ? പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് പല അക്കൗണ്ടുകളിലേക്കായിട്ട് പല തുകകൾ അല്ലെ, എമൗണ്ടുകളൊക്കെ പോകുന്നത്, നഷ്ടപ്പെടുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു സ്കൂൾ ഹെഡ്
കറക്റ്റ് ആയിട്ടാണോ അക്കൗണ്ടിങ് ഒക്കെ നടക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അധ്യാപകൻ, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഫീസ് കളക്ട് ചെയ്യാനാണ് മാത്രമാണ് ഉത്തരവാദിത്വം ഉള്ളത്. ബാക്കി ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് സ്കൂൾ ഹെഡിനാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയുമാണ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോളിസി സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഓപ്പണിംഗ് ഫീസ്. ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ. അത് ഓപ്പണിംഗ് ഫീസ് എന്താണെന്ന് റീഡ് ചെയ്തോളൂ. ഓപ്പണിംഗ് ഫീസ് വായിച്ചോ? എന്താ മനസ്സിലായത് ഓപ്പണിംഗ് ഫീസ്? അത് സ്പെഷ്യൽ ഫീസുകൾ, ലൈബ്രറി ഫീസ്, അഡ്മിഷൻ ഫീ, ബുക്സ് ആൻഡ് നോട്ട്ബുക്സിന്റെ ഫീ, ബാക്കിയുള്ള ഫീസുകളെല്ലാം ഫസ്റ്റ് 1 ഇയറിന്റെ ഒരു സ്കൂൾ സ്റ്റാർട്ടിങ്ങിന്റെ ഫസ്റ്റില് കളക്ട് ചെയ്യുന്നതിന് ഓപ്പണിംഗ്. ഓക്കെ, അതായത് ഈ ഓപ്പണിംഗ് ഫീസ് എന്ന് പറഞ്ഞാല് ഈ ഒരു സ്പെഷ്യൽ ഫീസിൽ ഉൾപ്പെടുന്നത് ലൈബ്രറി ഫീസ് വരും, അതുപോലെ അഡ്മിഷൻ ഫീ, പിന്നെ ബുക്കുകളുടെയും നോട്ട് ബുക്കുകളുടെയും ഫീസുകള്, പിന്നെ അതുപോലെ തന്നെ മറ്റു പല ഫീസുകൾ. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഒരു അക്കാദമിക് ഇയറിന്റെ തുടക്കത്തിലാണ് കളക്ട് ചെയ്യുക. ഓക്കെ, അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ഒരു സമയത്താണ് എന്ത് കളക്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നത് കേട്ടോ. അഡ്മിഷൻ ഫീസ് ആയിക്കോട്ടെ, അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പല്ലേ. അതുപോലെ ബുക്കുകള്, നോട്ട് ബുക്കുകള്, പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി ഫീസ്, പിന്നെ മറ്റു പല ഫീസുകളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത് ഈ ഒരു അക്കാദമിക് ഇയറിന്റെ തുടക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഓപ്പണിംഗ് ഫീസ് എന്നാണ് പറയാ കേട്ടോ. ഇത് എക്സാമിന് ഉണ്ടാകും, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഓപ്പണിംഗ് ഫീസിൽ ഉൾപ്പെടുന്നതെന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്, വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് ആണ്. ട്യൂഷൻ ഫീസ് ഓർ മന്ത്ലി ഫീസ് എന്ന് പറയും. This is not for the tuition she is taking out of the class hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. അതായത് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് മാസത്തിന്റെ അവസാനം റിസീവ് ചെയ്യുന്ന ഫീസാണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് അധ്യാപകരുടെ ശമ്പളത്തിനും അതുപോലെ തന്നെ സ്കൂൾ പ്രവർത്തിപ്പിക്കുവാനുമാണ് ഈ ഒരു ഫീസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ട്യൂഷൻ ഫീസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് എന്താ, അതായത് ഒരു മന്ത്ലി ഫീസ് ആണ്. മന്ത്ലി ഫീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാസത്തിന്റെ ഒടുവിലായിരിക്കാം ചിലപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, ചില സ്കൂളുകളാണെങ്കിൽ ഇത് ടേം ഫീസ് ആയിട്ട് റിസീവ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഫീസ് അടക്കുന്നത്? ടേം ഫീ ആണോ? ടേം ഫീ ആണ് അല്ലെ? ഓക്കെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഈ കളക്ട് ചെയ്യുന്ന തുക ഉപയോഗിക്കുന്നത്? എന്തിനാ? ടീച്ചറിന്റെ ശമ്പളം, ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നതിനും അതുപോലെ സ്കൂള് പ്രവർത്തിക്കാനും മറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫീ യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എക്സാം ഫീസ് ആണ്.
To meet the question paper printing cost and answer paper, thread and other needs, many of the school collect these fees are called exam fees. In total for all exams together or separately for quarterly, half yearly and annual. Okay. അതായത് നമുക്കറിയാം ഈ എക്സാം ഫീസ് എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും ഉപയോഗിക്കുക? സ്കൂള് എക്സാം അടുക്കുന്നതോടനുബന്ധിച്ച് കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാറില്ലേ? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എന്തിനാ എക്സാം ഫീസ്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിന്റ് എടുക്കാൻ, ആൻസർ പേപ്പർ പ്രിന്റ് എടുക്കാൻ, പേപ്പർ കെട്ടാനുള്ള ഓക്കെ. അതായത് നമ്മുടെ എക്സാം പേപ്പർ അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻസർ പേപ്പേഴ്സ് വാങ്ങാനും പിന്നെ ആൻസർ പേപ്പേഴ്സിന് കെട്ടാൻ ഉപയോഗിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, നൂലാണ് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെ. അതിന്റെയൊക്കെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സാം ഫീസ് ആയിട്ട് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് 3 തരത്തിലാണല്ലോ. ഇപ്പൊ ക്വാർട്ടർലി എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ ഹാഫ് ഇയർലി, അതുപോലെ ആനുവൽ എക്സാം. ഈ 3 തരത്തിലുള്ള എക്സാംസിനും ഈ ഒരു ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഓണപരീക്ഷയാണല്ലോ വരാൻ പോകുന്നേ. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്ത് കളക്ട് ചെയ്യവര്? കുട്ടികൾ വരുന്നു പറയുമല്ലോ, അമ്മേ ടീച്ചറ് എക്സാം ഫീസ് ചോദിച്ചു, ഇത്ര രൂപയാണ് എക്സാം ഫീസ്, തന്നയക്കണോ കേട്ടോ എന്ന് പറയില്ലേ കുട്ടികള്? അന്ന് പറയാറുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് എക്സാം ഫീസ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വരിക? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്, ആൻസർ ഷീറ്റ്, ത്രെഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സാം ഫീസിൽ വരിക കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ. നെക്സ്റ്റ് വൺ, യൂണിഫോം ഫീസ്. ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ നിങ്ങള്. യൂണിഫോം ഫീസ് റീഡ് ചെയ്തോളൂ. ഓക്കെ. എന്താണ് യൂണിഫോം ഫീസ് വൈഷ്ണവി? ഇത് സാധാരണ സ്റ്റാർട്ടിങ്ങിലാണ് കളക്ട് ചെയ്യാറ്. ചില സ്കൂളുകളിൽ ജൂലൈയുടെ അവസാനത്തോടെയൊക്കെ കളക്ട് ചെയ്യും. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കളക്ട് ചെയ്യുക. അതുകൊണ്ട് അധ്യാപകര് മീൻസ് ടീച്ചേഴ്സ് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റാൾമെന്റ്സിലായിട്ടാണെങ്കിൽ ബെൽറ്റിന് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ ഷൂസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് ഫീസ് വാങ്ങണം. ഓക്കെ. യൂണിഫോം ഫീസ് എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ ബെൽറ്റ്, ഷൂസ്, അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂൾ ആരംഭിക്കുന്ന, അതായത് സാധാരണ അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫീസ് കളക്ട് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം യൂണിഫോം, അതുപോലെ തന്നെ ഷൂ, ബെൽറ്റ്, ഇതൊക്കെ ചില സ്കൂളുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ഒരു തുക അവർക്ക് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് അവർ നമുക്ക് യൂണിഫോംസും അതുപോലെ തന്നെ ബെൽറ്റും ഷൂ ഒക്കെ ഇങ്ങോട്ട് തരും അല്ലെ. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ ബെൽറ്റിനും ഇതിനൊക്കെ ഷൂവിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് യൂണിഫോം ഫീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫീസിനെ കുറിച്ച്? അപ്പൊ എത്ര തരത്തിലുള്ള ഫീസ് ആണുള്ളത്? ഓപ്പണിംഗ് ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട്, എക്സാം ഫീസ് ഉണ്ട്, യൂണിഫോം ഫീസ് ഉണ്ട്. ഓക്കെ. Then next one, tour, functions and program fees ആണ് കേട്ടോ. Tour, functions and program fees. ഇതെന്താണ് നമുക്ക് നോക്കാം. These are not fixed fees. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be of 4 types. അതായത് ടൂറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ടൂർ പോവാറുണ്ടോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ.
അപ്പൊ 4 തരം ടൂറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ടൂർ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല. ഓക്കെ, നമ്മൾ മറ്റു പലതിനും നമ്മൾ ഫീസ് വാങ്ങാറുണ്ട് സ്കൂള്. പക്ഷെ ഈ ഒരു ഫീസ്, ടൂറിന്റേതുമായി ബന്ധപ്പെട്ട ഫീസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫീസ് അല്ല. അത് മാനേജ്മെന്റ് തീരുമാനിക്കാം. അതായത് ചില സ്കൂളുകളിൽ ടൂറുകൾ പോവാറില്ല. ടൂറുകൾ നിർബന്ധമുള്ള ഒരു കാര്യമല്ല, അത് മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോ ഒരു സ്കൂളിൽ ടൂർ പോകണമെങ്കിൽ അതിനൊരു മാനേജ്മെന്റ്, അവിടുത്തെ ഉള്ള ഒരു മാനേജ്മെന്റ് അതിന് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ഇനി മറ്റു ചില സ്കൂളുകളാണെങ്കിൽ അവര് ചിലപ്പോ ടൂർ പോകാനായിട്ട് ഇതുവരെ പോയിട്ടില്ലാത്തവരായിരിക്കാം. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ഫീസ് അല്ല. അത് ഇതിന് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മാനേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സ്കൂളും ടൂറുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടൂറുകൾ എന്ന് പറഞ്ഞാൽ നാല് തരത്തിലുള്ള ടൂറുകളാണ് ഉള്ളത്. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ജനറൽ ടൂർ ഓർ ലോങ് ടൂർ. ഇറ്റ് ഈസ് ഫോർ എ ലോങ് പ്ലേസ് അറേഞ്ച്ഡ് ബൈ ദ കറസ്പോണ്ടന്റ്. എൻറ്റയർ സ്കൂൾ ഈസ് എക്സ്പെക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് 1 year. ഈ കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്നും അവിടെ നോട്ട് ചെയ്ത് വെക്കാം. മാനേജ്മെന്റ്. ഓക്കെ, ജനറൽ ടൂർ പോയിട്ടുള്ളവർ ആരൊക്കെയാണ് ഇതിനകത്ത്? ജനറൽ ടൂർ പോയിട്ടുണ്ട് അല്ലേ? രശ്മി പോയിട്ടുണ്ട്. വേറെ ആരാ പോയിട്ടുള്ളേ? സ്കൂളിൽ നിന്ന് ജനറൽ ടൂർ പോയിട്ടുള്ളവര് ഒരാള് മാത്രം പോയിട്ടുള്ളോ? വൈഷ്ണവി പോയിട്ടുണ്ട്. ഓക്കെ, പ്ലേസ് നോക്കിയാൽ നിങ്ങള് ഇറ്റ്സ് ഫോർ എ ലോങ് പ്ലേസ് അറേഞ്ച്ഡ് ബൈ ദ കറസ്പോണ്ടന്റ്. ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത് ഒരു ദീർഘസ്ഥലത്തേക്ക് പോകുന്ന യാത്രയാണ്, ലോങ് പ്ലേസിലേക്ക് പോകുന്ന യാത്രയാണ്. ഓക്കെ, അപ്പോ എൻറ്റയർ സ്കൂൾ ഈസ് എക്സ്പെക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് 1 year. വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്കൂളിലെ എല്ലാവരും തന്നെ പോകാനായിട്ട് ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ടൂറാണെന്ത് ഈ ജനറൽ ടൂർ എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം ഈ ലോങ് ടൂർ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ തിരിച്ചു വരുന്നത്, അല്ലെ? ചിലപ്പോ 3-4 ദിവസം എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരാഴ്ചയൊന്നും എനിക്ക് തോന്നുന്നു വരാറില്ല സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ. അറ്റ്ലീസ്റ്റ് മാക്സിമം ഒരു 5 days വരെ നമുക്ക് എടുക്കാം. ഓക്കെ, അത്തരത്തില് കുട്ടികളെ കൊണ്ടുപോയി, അതായത് സ്റ്റേ ചെയ്യാൻ തക്ക രീതിയിൽ കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളും കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ് എന്ത് ഈ ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോ 10th സ്റ്റുഡൻസിനൊക്കെ കൊണ്ടുപോകാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളെ, 10th സ്റ്റുഡൻസിനെ, ഇവരെയൊക്കെയാണ് ലോങ് ടൂറിന് കൊണ്ടുപോവുക. നിങ്ങൾ എപ്പോഴാണ് പോയിട്ടുള്ളത്? രശ്മി എപ്പോഴാണ് ലോങ് ടൂറിന് പോയിട്ടുള്ളത്? മിസ്, ഞാൻ 9th, 10th, +2 പോയിട്ടുണ്ട്. ലോങ് ടൂർ പോയിട്ടുണ്ട് അല്ലേ? പോയിട്ടുണ്ട്. പോയത് കൊടൈക്കനാല്, 9th കൊടൈക്കനാല്, തെന്മല അങ്ങനെ പോയത്. 10th ഊട്ടി പോയി. +2 ഞങ്ങൾക്ക് 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. വയനാട്, മൈസൂർ, ഊട്ടി അങ്ങനെ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ലതായിരുന്നോ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്താ പറയാ, കുട്ടികളെ ഈ ലോങ്, അതായത് വളരെ നമ്മുടെ ജില്ലയ്ക്ക് അകത്തുള്ളതായിരിക്കില്ല, ചിലപ്പോ ഡിസ്ട്രിക്റ്റിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് വെളിയിലോ ആയിരിക്കും ഇത്തരത്തില് കുട്ടികളെ ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ കൊണ്ടുപോകുന്നത്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ? അതായത് പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ കാഴ്ചകൾ കാണാം, അങ്ങനെ ധാരാളം എന്താ പറയാ നല്ലൊരു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കാം ആ ടൂർ സമ്മാനിക്കുന്നത്, അല്ലെ? ഭയങ്കര ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാകും. പോയിട്ടുള്ളവരാണെങ്കിൽ, ലോങ് ടൂർ പോയിട്ടുള്ളവരാണെങ്കിൽ അത് മിസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഈ 2-3 പേരൊഴിച്ച് ബാക്കി ആരും ഇവിടെ ലോങ് ടൂർ പോയിട്ടില്ല സ്കൂളിൽ നിന്ന്? ഞാൻ പോയിട്ടുണ്ട് +2. ഓക്കെ, പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് പറയാവോ എല്ലാവരുടെയും ലോങ് ടൂറിന്റെ? നവമി, എക്സ്പീരിയൻസ് പറയാമോ? യെസ് മാം. ഞാനും എല്ലാ വർഷവും ടൂർ പോകുന്ന കൂട്ടത്തിലായിരുന്നു ചെറുപ്പം മുതലേ. ഞാൻ LKG, UKG അത് കഴിഞ്ഞിട്ട് പിന്നെ 1ാം ക്ലാസ് മുതലും 1 day തന്നെ, പിന്നെ 9th 1 day ആയിരുന്നു. പക്ഷെ 10th, 11th, 12th ആണ് ലോങ് ടൂർ ഉണ്ടായിരുന്നത്. 10th പോയത് ഊട്ടിയാണ്. ഊട്ടിയായിരുന്നു പോയത്. പിന്നെ +1 പോയത് ഊട്ടി തന്നെയായിരുന്നു.
പിന്നെ +2 കൊടൈക്കനാലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ടൂർ പോകാറുണ്ട്. അപ്പൊ എല്ലാ വർഷവും മുടങ്ങാതെ പോയ ഒരാളായിരിക്കും ഞാൻ. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആവുമ്പോ കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറെ ഫോട്ടോഗ്രാഫ്സും അങ്ങനെ. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തുള്ളൂ ഗ്രൂപ്പില് പണ്ട് ടൂർ പോയതിന്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ആരോ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് മാം. 7th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പോയത്. വൺ ഡേ ടൂർ ആയിരുന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് സിനിമ കാണുന്നത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് സിനിമ തിയേറ്ററിൽ പോയി കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോഴും പോവാറില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് അന്ന് പോയത്. പിന്നെ +2 പഠിക്കുമ്പോ ലോങ് ടൂർ ആയിരുന്നു, 3 ദിവസത്തെ. മൈസൂര്, ഊട്ടി, അവിടെ 2 സ്ഥലത്തും പോയി. അത് നല്ല ഓർമ്മ, അത് ഇപ്പോഴും നല്ല ഓർമ്മയാണത്. പിന്നെ ആരാണ് ഇനി പറയാനുള്ളത്? വൈഷ്ണവി പറഞ്ഞായിരുന്നോ? വൈഷ്ണവി പറഞ്ഞല്ലേ? ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ പറഞ്ഞോളൂ. ഞങ്ങള് ഫസ്റ്റ് ലോങ് ടൂർ വന്നത് 10th-ലാണ്. പറയുന്ന ഊട്ടി തന്നെയാണ് പ്ലേസ്. ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് ഓൺലി സ്കൂളായിരുന്നു 10th വരെ. അപ്പോ ഗേൾസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ അത് ഭയങ്കര വേറെ ഒരു ഫീലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഈ പറയുന്ന നവീൻ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഫോട്ടോസ് ആരുടെ ഫോണിൽ ഇങ്ങനെ കിടന്നപ്പോൾ അവരത് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത്. ഇനിയും നമുക്ക് അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് പോവാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അന്ന് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മൊട്ടക്കുന്നിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണുപോയി. ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയി, വയ്യാതെയൊക്കെ ആയി, ഹോസ്പിറ്റലിലൊക്കെ കയറേണ്ടി വന്നു. പക്ഷെ എന്നാലും അത് നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു ജേർണി ആയിരുന്നു. പിന്നെ +2 പഠിക്കുമ്പോ പോയത് ട്രിവാൻഡ്രം ആയിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാം മിസ് ചെയ്യും. എന്തായിരുന്നു പേര്? അജി ആണില്ലേ? പോയോ? ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? ഞാൻ പറയാം. കൃഷ്ണപ്രിയ പറഞ്ഞു. കേൾക്കാമോ മാഡം? എന്തോ ആയിപ്പോയി മൊബൈൽ ഇടയ്ക്ക്. ഒരു മിനിറ്റ് കൃഷ്ണപ്രിയ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാൻ 9th പഠിക്കുമ്പോ ഫസ്റ്റ് ലോങ് ടൂർ പോയെ ഊട്ടി മൈസൂരായിരുന്നു. അപ്പൊ ടീച്ചേഴ്സും സീനിയേഴ്സും എല്ലായിട്ട് നല്ല കമ്പനിയായി, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് 10th ചെന്നൈ, പോണ്ടിച്ചേരി, മഹാബലിപുരം. അടിപൊളി സ്ഥലവും എല്ലാവരുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞോളൂ അജി, പറഞ്ഞോളൂ. എന്തായിരുന്നു പേര്? അജിന്ന് തന്നെയാണ്. രമ്യ തോമസ് എന്ന പേര്. രമ്യ. ഓക്കെ, പറഞ്ഞോളൂ. +2-നാണ് ആദ്യമായിട്ട് ടൂർ പോയത്. ആദ്യമായിട്ടും അവസാനമായിട്ടും +2-നാണ് പോയത്. 3 ദിവസത്തെ ആയിരുന്നു. ഊട്ടി, കൊടൈക്കനാല്, മധുര, പളനി അങ്ങനെയൊക്കെ കറങ്ങി 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തിരിച്ചെത്തി. ആദ്യമായിട്ടൊക്കെ പോയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആ ബാച്ചിലുള്ള എല്ലാവരും പോയതുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന അത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കാനുള്ള രസകരമായ സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഇനി ആരാണ് ടൂർ പോയവര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ? മാം ഞാൻ പറയാം. ഞാൻ ഒരുവിധം എല്ലാ ക്ലാസ്സിലും ടൂർ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്റെ മൂത്ത ബ്രദർ ഉള്ളത് കൊണ്ട് 2ാം ക്ലാസ് തൊട്ട് ഞാൻ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ പോകും. പിന്നെ ലോങ് പോയത് +2 കഴിഞ്ഞ് ലാബ് പഠിക്കുന്ന മെഡിക്കൽ പഠിക്കുന്നത്. അത് ഒരു 3 ദിവസമായിരുന്നു. അത് മൈസൂര്, ഊട്ടി. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ
ഉള്ളൊരു എന്താ പറയാ ഒരു വൈബ് പറയാണല്ലോ. നമ്മള് ഫാമിലി ഒരിക്കലും കിട്ടൂല. അത് വേറെ ഇത് വേറെ. ഒരു ഇപ്പൊ ഇനി നടക്കില്ല. പക്ഷെ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ആയിരുന്നു. എല്ലാവരും കൂടെ കുട്ടികളും നല്ല രസമായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് ചിലവര് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടൂർ പോയിട്ടുണ്ടാവുക, അങ്ങനെ പലരും ഉണ്ടാവും ഇതിനകത്ത്. അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ടൂർ പോയിട്ടുള്ളവരുണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ യാത്രയെ കുറിച്ചിട്ടുള്ള, അതും ലോങ് ടൂറിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവം ഒന്ന് എഴുതുക, അതും ഇംഗ്ലീഷിൽ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ റീഡ് ചെയ്യിപ്പിക്കും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും എഴുതുമല്ലോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലോക്കൽ ടൂറിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്തോളൂ, സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? സൈൻ ഔട്ട് പറയാൻ ആരും ഇല്ലേ? കൃഷ്ണപ്രിയ, സൈൻ ഔട്ട് ചെയ്യാവോ? Thank you everyone for today's class. Today we discussed about factors influence planning, financial assistance, financial responsibility of school heads, opening fees, tuition fees, exam fees, uniform fees, and general tour and long tour. Today's class was very excited. Many of them tell the experience about the tour. Thank you, Ashwati Miss, and all my dear friends. സെറ്റായില്ല, അത് കാര്യമാക്കണ്ട, അത് സാരില്ല കേട്ടോ, അത് കുഴപ്പമില്ല, പിന്നെ ശരിയായിക്കോളും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരാം കേട്ടോ, ടൂറിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ.